സുഭദ്ര. ചന്ദ്രമോഹൻ അമ്മാവൻ. അമ്മാവ, ഞാൻ രാധയാ, തൃപ്പങ്ങോട്ടെ രാധകുഞ്ഞ്. എന്റെ രാധകുഞ്ഞെ, എവിടെയായിരുന്നു മോളെ നീ ഇതുവരെ? എത്ര കാലമായി കണ്ടിട്ട്. അമ്മാവനും അമ്മായിയും കൃഷ്ണേട്ടനും ഒപ്പം ഇല്ലാന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്നും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ട്. ആ ദുഷ്ടനെ പേടിച്ച തൃപ്പങ്ങോട്ടേക്ക് വരാത്തത്. എന്നെങ്കിലും മടങ്ങി വന്ന് അമ്മാവനെയും അമ്മായിയെയും കൃഷ്ണേട്ടനെയും ഒക്കെ കാണണമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇതുവരെ അത് സാധിച്ചില്ല. ഏതായാലും ഇന്നിപ്പോ അമ്മാവനെ കണ്ടല്ലോ, സന്തോഷമായി എനിക്ക്. ആ രുക്മിണി, നോക്ക്, ഇതാരാണെന്ന് നോക്കിയേ. സുഭദ്ര കുഞ്ഞോ? സുഭദ്ര അല്ല അമ്മായി, ഞാൻ രാധയാ. വളർന്നപ്പോ ചേച്ചിയെ പോലെ ആയെന്നേ ഉള്ളൂ. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണോ അമ്മായി? ഞാൻ ഈ പറഞ്ഞത് സത്യമാ. ഞാനും അനിയത്തിമാരും കുറച്ചു കാലമായിട്ട് ഇവിടെയാ. അന്ന് അവിടെ ആ നാട്ടിൽ നിന്നും മേഘനാഥനെ പേടിച്ചോടി വന്നു പെട്ടത് ഇവിടെ ഈ നാട്ടിലാ. ഇവിടെയുള്ള ഒരു സ്ത്രീ സഹായിച്ചു. അങ്ങനെ ഇവിടെ തന്നെ അങ്ങ് കൂടി. തിരിച്ച് തൃപ്പങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. സത്യം പറഞ്ഞ കൃഷ്ണേട്ടനെയൊക്കെ ഒന്ന് കാണാൻ കൊതിയായിട്ട് വയ്യ. എങ്ങനെയുണ്ട് ഏട്ടന്? സുഖം തന്നെയല്ലേ? ഞാൻ ഉടനെ വരുന്നുണ്ട് കൃഷ്ണേട്ടനെ കാണാനായിട്ട്. വേണ്ട മോളെ, കാണാൻ വരണ്ട. നീ കൃഷ്ണനെ മറക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. കൃഷ്ണേട്ടനെ മറക്കാനോ? അമ്മാവൻ എന്തായി പറയുന്നേ? ഞങ്ങളെ തമ്മിൽ ജീവിതത്തിൽ ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ലേ നിങ്ങള്? എന്റെ അച്ഛന് അമ്മാവൻ അങ്ങനെ ഒരു വാക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ ശരിയാണ് മോളെ. പക്ഷെ നിങ്ങൾ ഒരുമിച്ച ഈ മനുഷ്യനും കൃഷ്ണനും മരിക്കും. അതാണ് സത്യം. അമ്മായി, നീ ഇങ്ങനെ ഞെട്ടണ്ട. ഒരിക്കൽ ആ മേഘനാഥൻ ഞങ്ങളുടെ വീട്ടുനടയിൽ വെച്ച് ഈ മനുഷ്യനെ ഉപദ്രവിച്ചു. ഇദ്ദേഹം അത് പുറത്തു പറയാത്തതാ. തന്റെ ആഗ്രഹം കൊള്ളാം. മകനെ കൊണ്ട് തൃപ്പങ്ങോട്ട് പെൺകുട്ടിയെ പ്രേമിപ്പിക്കുക, അതുവഴി അവിടെ കയറി പറ്റുക, സ്വത്ത് തട്ടിയെടുത്ത് ജീവിക്കുക. ഇതിനെ വിളിക്കേണ്ടത് ആഗ്രഹമൊന്നല്ല, അത്യാഗ്രഹമെന്നാ. സുഭദ്ര എന്തെങ്കിലും വകതിരിവില്ലാതെ പറഞ്ഞു എന്ന് വെച്ച് താൻ ഈ കല്യാണവും സ്വപ്നം കണ്ട അങ്ങോട്ട് വന്നാൽ ഈ കൊച്ചു കൂരയെ ഇടിച്ചു നിരത്തി നിന്നെയൊക്കെ ഇതിനകത്തിട്ട് പൊതച്ച് കിടത്തും ഈ മേഘനാഥൻ. ആ മേഘനാഥന്റെ ദുഷ്ടത നിനക്കറിയാലോ. നീ എവിടെയാണെന്നോ നിന്റെ അവസ്ഥ എന്താണെന്നോ അറിയാത്തതുകൊണ്ട് മാത്രം ഈ കാലത്തിനുള്ളിൽ നിനക്കൊന്നും സംഭവിക്കാതിരുന്നത്. ഒപ്പം നീയുമായി ഞങ്ങൾക്കൊരു ബന്ധം ഇല്ലാന്നറിയാവുന്നത് കൊണ്ട് അയാള് ഞങ്ങളുടെ നേർക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ കൃഷ്ണനെ അന്വേഷിച്ച് നീ അങ്ങോട്ട് വരികയോ കൃഷ്ണനെ കാണുകയോ ചെയ്താ പിന്നെ എന്താ സംഭവിക്കാന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, അതാണ് സത്യം. അതുകൊണ്ട് രാധമോൾ ഒരു ഉപകാരം ചെയ്യണം. നീ കൃഷ്ണനെ മറക്കണം. അവനുമൊത്തുള്ള ഒരു ജീവിതം നീ ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ച അഥവാ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച അതൊരു കൂട്ടക്കൊലയിലെ അവസാനിക്കും.
അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. കേൾക്കുമ്പോ രാധമോക്ക് വിഷമം ഉണ്ടാവുന്നറിയാം. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാ അച്ഛനും ഞാനും ഈ പറയുന്നത്. നിങ്ങളൊന്നു ചേർന്നാ നിനക്ക് മാത്രമല്ല അവനും അപകടമാണ്. നിങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ആ മേഘനാഥൻ ആദ്യം അവനെ ആയിരിക്കും നശിപ്പിക്കുക. കൃഷ്ണൻ നീ കാരണം മരിച്ച് മണ്ണടിയുന്നത് നിനക്ക് കാണണോ? അത് മാത്രം നീ തീരുമാനിച്ചാ മതി. തീരുമാനിക്കാം അമ്മായി, ഞാൻ തീരുമാനിക്കാം. രാധ കൃഷ്ണന്റേതാണെന്നും കൃഷ്ണൻ രാധയുടേതാണെന്നും പണ്ടേ പറഞ്ഞുറപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ? ഞങ്ങളുടെ സുഭദ്രാമ്മ അത് അംഗീകരിച്ച് അവിടെ വന്ന് സംസാരിച്ചതും അത് വിശ്വസിച്ചല്ലേ? പക്ഷെ വിധിയെല്ലാം തകിടം മറിച്ചപ്പോ എന്റെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരക്കം പാച്ചിലായി പോയി. അതിനിടയില് കൃഷ്ണേട്ടനെ തേടി വരാൻ സാധിച്ചില്ല. എങ്കിലും ഓരോ നിമിഷവും കൃഷ്ണേട്ടനെ ഓർത്ത് തന്നെയാ ജീവിച്ചത്. വീണ്ടും കാണാവുന്നുള്ള മോഹവും ഉണ്ടായിരുന്നു. അതാ നിങ്ങളിപ്പോ ഈ മറക്കാൻ പറയുന്നത്. ഞാൻ അതിന് ശ്രമിച്ചാ തന്നെ. ശ്രമിക്കാനല്ല, തീർച്ചപ്പെടുത്തി പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിക്കാൻ. അതാ നീ ചെയ്യേണ്ടത്. അതും ഈ നിമിഷം തന്നെ. അതെ, ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ കൃഷ്ണനെ ഓർമ്മ വെച്ച കാലം മുതൽ എന്റേതെന്ന് കരുതിയ കൃഷ്ണേട്ടനെ വിധിവശാൽ എനിക്ക് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ഈ കാലം അത്രയും കൃഷ്ണേട്ടനെ കാണാതെ എന്റെ കൃഷ്ണേട്ടനെ മാത്രം വിചാരിച്ചു കഴിഞ്ഞ ഞാൻ അമ്മാവന്റെ ആവശ്യപ്രകാരം ഈ പ്രതിജ്ഞ കൈക്കൊള്ളുന്നു. ഇനിയുള്ള ജീവിതകാലത്ത് ഞാൻ കൃഷ്ണേട്ടനെ കാണുകയോ കൃഷ്ണേട്ടന്റെ വഴിയിൽ കടന്നു വരികയോ ചെയ്യില്ല. സത്യം, സത്യം, സത്യം. അച്ഛനും അമ്മയും കൂടി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു. നേരെ ഒരുപാടായി, നമുക്ക് പോവാം. അഞ്ജലിയെ കാണാനായിട്ട് ഇറങ്ങിയതല്ലേ, എന്നിട്ട് കണ്ടോ? കണ്ടില്ലല്ലേ? അതിനുള്ള സമയമായി കാണില്ല. സമയമാകുമ്പോ ആ കക്ഷി ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരും. വാ, ഇപ്പൊ നമുക്ക് പോവാം. വാ വാ പോവാം.
ഇതെന്താ കുളിച്ചമട്ട് കാണുന്നില്ലല്ലോ? കുളിച്ചില്ലേ? യജ്ഞാനന്തരമുള്ള നിമഞ്ജനം കഴിഞ്ഞാൽ സ്നാനം നിർബന്ധമാണ്. അവിടെ സ്നാനം നടത്തിയില്ലെങ്കിൽ അശുദ്ധിയാണ്. ആ അശുദ്ധിയോടെയാണ് നിങ്ങളിപ്പോൾ ഈ മണ്ഡപത്തിൽ കയറി വന്നിരിക്കുന്നത്. ഇതിന് പ്രായച്ചിത്തം ചെയ്യാതെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അവനൊന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല തിരുമേനി. ഇനി എന്താണാവോ തിരുമേനി നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം? ചെയ്തത് അപരാധമായി പോയി. ആ അപരാധം വാക്കാൽ ഏറ്റുപറഞ്ഞ് നാളികേരമുടച്ച് അത് കമഴ്ത്തി ഭഗവാന്റെ മുമ്പിൽ വണങ്ങി നമസ്കരിക്കണം. അതാ ഞാൻ കാണുന്ന പരിഹാരം. ഇനി അത് ചെയ്തില്ലെങ്കിൽ ഇത്രയും നേരം ചെയ്ത പൂജകൾക്ക് ഫലമില്ലാതെ പോകും. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും സഫലമാകില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ തിരിച്ചടികളും വന്നു ചേരും. മേഘനാഥ, എഴുന്നേറ്റ് തിരുമേനി പറഞ്ഞതുപോലെ ചെയ്യ്. നിനക്ക് നിന്റെ മോനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ചെല്ല് മേഘനാഥ, എഴുന്നേറ്റ് ചെല്ല്. ഇതാ നിങ്ങൾ തന്നെ ഉടച്ചു കമഴ്ത്തി നമസ്കരിക്കേ. ഇതാ നാളികേരം. പറ, നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ എന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണോ ഈ പൂജ ചെയ്തത്? ശിവശിവ, ഈ പൂജയ്ക്കൊക്കെ അതിൻ്റെതായ സത്യമുണ്ട്. പ്രത്യേകിച്ച് ശിവനെ സങ്കല്പിച്ചുകൊണ്ടുള്ള പൂജ. അവിടെ കള്ളത്തരം കാണിച്ചാൽ പൂജാരിയുടെ കുലം തന്നെ അറ്റുപോകും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പിന്നെ എങ്ങനെ സുഭദ്രയുടെ പ്രേതാത്മാവ് ഇവിടെ വന്നു? ഒരു പ്രേതാത്മാവിനും പൂജ നടക്കുന്നതിനിടയിൽ ഈ പരിസരത്ത് വരാനാവില്ല. അത് തടയുന്ന മന്ത്ര കവചമുണ്ട് ഇവിടെ. പിന്നെ അവള് വന്നതോ 2-3 തവണ ഞാൻ നേരിട്ട് കണ്ടു. 2 തവണ ഇവിടെ, 3ാമത് കുളക്കടവിൽ. പിന്നെ അവൾ ഇവിടെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിച്ചേ തീരൂ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള വ്യക്തിയായിരിക്കും, പ്രേതാത്മാവായിരിക്കില്ല. കണ്ണിൽ കണ്ട കാര്യം പറയുമ്പോ വീണ്ടും തർക്കിക്കുന്നു. തന്നെ ഞാൻ താനീ അപമാനിച്ചത് മന്ത്രത്തെയാ, ദൈവത്തെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പൂജാരിയെയാണ്. ഈ ദുഷ്ടകർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കും. തന്റെ ബോധവിചാരങ്ങളിൽ ഈ ദുഷ്പ്രവൃത്തിയുടെ ഫലം താൻ അനുഭവിക്കാതിരിക്കില്ല. എന്റെ വാക്ക് പാഴായി പോകില്ല. ഇറങ്ങി പോടാ. കൊല്ലോടാ നിന്നെ. വിടാൻ. വേണ്ട. വിടാൻ.
എനിക്ക് കാണേണ്ടത് ഇതിലും മൂത്തതിന്റെ ചിത്രമാണ്, രാധയുടെ. ഞാൻ വരച്ച ഈ പടം ആ ഫോട്ടോയിലെ മറ്റ് 3 പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടിയുടെ ഇന്നത്തെ മുഖം തന്നെയാണ്. സുഭദ്രയുടെ രൂപത്തിൽ ആ കടവിൽ കണ്ടത് എന്തായാലും സുഭദ്രയല്ല, അത് രാധയാണ്. സുഭദ്രയെ പോലെ വളർന്നിരിക്കുന്ന രാധ. നിനക്കെന്താടാ അങ്ങനെ തോന്നുന്നില്ലേ? ഏയ്, അവിടെ സുഭദ്രാമയില്ല, ഒരു രാധയുമില്ല. അതൊക്കെ സാറിന്റെ വെറും തോന്നലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ ഇരുട്ടത്ത് ആരെയാ തിരിച്ചറിയാൻ പറ്റുന്നേ? കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് വന്നു പോയി, അത്ര തന്നെ. You stupid. അപ്പൊ എന്താടാ, ഞാൻ കണ്ണുപൊട്ടനാണെന്നാണോ നീ കരുതുന്നത്? എന്നാലേ നിനക്ക് തെറ്റിപ്പോയി. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവളുണ്ടായിരുന്നു, ആ രാധ. തൃപ്പങ്ങോട്ട് സുഭദ്ര തമ്പുരാട്ടിയുടെ ആഡംബരങ്ങളും ആഭരണങ്ങളും മാറ്റിവച്ച ആ രാധ തന്നെ. ഒരേ അമ്മ പെറ്റ അടുത്തടുത്ത സഹോദരിമാർ. അവരുടെ ഇതുപോലെയുള്ള സാമ്യം സ്വാഭാവികമാണ്, സ്വാഭാവികം മാത്രം. എന്തായാലും അന്ന് ആ ചിത്രകാരൻ പറഞ്ഞത് ശരിയെന്ന് ഇപ്പം മനസ്സിലായി. അതും സുഭദ്രയെ പോലെ തന്നെയായിരുന്നിരുന്നത്. അന്ന് ഞാൻ അയാളെ തല്ലി ഓടിച്ചു. പക്ഷേ ഇന്ന് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നു. സത്യം പറഞ്ഞ ഈ ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ് ഈ മഹായജ്ഞം നടത്തേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാധ എന്ന അവതാരത്തെ എന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി മാത്രം. ഇനി വേണം മേഘനാഥൻ അവളെ കണ്ടുപിടിക്കാൻ. അവളെ കണ്ടുപിടിച്ചാലേ എന്റെ മകനെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. യെസ്, മേഘനാഥന്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ അതിന്റെ വിജയത്തോട് അടുക്കുകയാണ്. പുത്രലാഭം പ്ലസ് ശത്രു സംഹാരം. ഇനി ഞാൻ ഇതിനു വേണ്ടി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. അവളെ ഞാൻ കണ്ടു, ഒരു വിളിപ്പാടകലെ. ഹരി, അച്ഛനും ചേട്ടന്മാരെയും കഴിക്കാൻ വിളിക്ക്. അതെ, ഫുഡ് കഴിക്കാൻ സമയമായി, ഇറങ്ങി വാട്ടോ. കാപ്പി കുടിക്കാൻ നമ്മ പറഞ്ഞു. നീ കൃഷ്ണനെ മറക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. രാധ കൃഷ്ണന്റേതാണെന്നും കൃഷ്ണൻ രാധയുടേതാണെന്നും പണ്ടേ പറഞ്ഞുറപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ? ഞങ്ങളുടെ സുഭദ്രാമ്മ അത് അംഗീകരിച്ച് അവിടെ വന്ന് സംസാരിച്ചതും അത് വിശ്വസിച്ചല്ലേ?